നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. 2021 ഒക്ടോബർ മാസം ഞാൻ റഷ്യയിലേക്ക് ഒരു ട്രിപ്പ് ചെയ്തു. ആ ട്രിപ്പ് നമ്മുടെ ലോകത്തെ പിടിച്ചടക്കിയ കൊറോണയ്ക്ക് ശേഷം ഒരല്പം ശമനമുണ്ടായപ്പോൾ ആ ഗ്യാപ്പിനാണ് ഞങ്ങൾ റഷ്യയിലേക്ക് പോയത്. 68 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ ടോട്ടൽ. അതൊരു വിനോദയാത്രയായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല, ഒരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് സങ്കല്പിക്കാനും പറയാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഭൂമിയുടെ നോർത്ത് പോളിൽ റഷ്യയുടെ അവസാനത്തെ കരഭാഗമായ ടെറിബർഗ് എന്ന ഗ്രാമത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. ഈ പരമ്പര പുരോഗമിക്കുന്ന അനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ തന്നുകൊണ്ടിരിക്കാം. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ഷാർജ വഴി മോസ്കോയിൽ ചേർന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് മോസ്കോ എയർപോർട്ടാണ്. എയർപോർട്ടിന് വെളിയിൽ ഞങ്ങൾ ട്രാൻസ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മോസ്കോയിൽ ഞങ്ങൾ 3 ദിവസം കാണും. അതിനുശേഷം സെന്റ് പീറ്റർബർഗിൽ 3 ദിവസം, മറ്റൊന്ന് നോർത്ത് പോളിൽ റഷ്യയുടെ അവസാനത്തെ പട്ടണമായ മുർമാൻസ്കിൽ ഞങ്ങൾ 2 ദിവസം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ മോസ്കോയിൽ താമസിച്ച ഹോളിഡേ ഇൻ ഹോട്ടലാണ് ഇത്. ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പ്രസിദ്ധ ബ്ലോഗറും അതുപോലെ തന്നെ ജേർണലിസ്റ്റുമായ ബൈജുവൻ നായർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ബൈജുവൻ നായർ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടിയായ മോസ്കോ റിവറിൽ കൂടെയുള്ള ക്രൂസിന് വേണ്ടി പുറപ്പെട്ടു. Good morning. So, everyone is here. That is why we can start our journey. My name is Alyona and I will be your guide today and tomorrow. 68 പേരടങ്ങുന്ന ഞങ്ങളുടെ യാത്രാ സംഘം മോസ്കോ നഗരത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം മോസ്കോ റിവറിനടുത്ത് ടെർമിനലിൽ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്രൂസിലേക്കാണ്. മോസ്കാവയും മോസ്കോയും ഒരേ റഷ്യൻ പദമായ മോസ്കാവയുടെ 2 വ്യത്യസ്ത വിവർത്തനങ്ങളാണ്. നദിയുടെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത് തന്നെ. നമ്മൾ അങ്ങനെ ടെർമിനലിലെത്തി. അതുപോലെ തന്നെ നമ്മൾ ആ ഷിപ്പിൽ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന ക്രൂസിൽ ഞങ്ങൾ എല്ലാവരും പ്രവേശിച്ചു. പടിഞ്ഞാറൻ റഷ്യയിലൂടെ ഒഴുകുന്ന ഈ നദി മോസ്കോയിൽ നിന്നും ഏകദേശം 140 കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഉയർന്ന പ്രദേശമായ സ്മോലെൻസ്കിലൂടെ കിഴക്കോട്ട് ഒഴുകി മധ്യ മോസ്കോയിലൂടെ കടന്നു പോകുന്നു. മോസ്കോയിൽ നിന്നും ഏകദേശം 110 കിലോമീറ്റർ തെക്ക് കിഴക്കായി കൊളന്ന നഗരത്തിൽ അത് വോൾഗായുടെ കൈവഴിയായി ഒഴുകി ഓക്കയിലേക്ക് ഒഴുകുന്നു. അത് ആത്യന്തികമായി കാസ്പിയൻ കടലിലേക്കാണ് ഒഴുകിച്ചേരുന്നത്. ഈ ക്രൂയിസ് യാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പ്രധാന കാര്യം ഈ നദിക്ക് ഇരുവശങ്ങളിലുമുള്ള മോസ്കോയുടെ പ്രധാന ഭാഗങ്ങൾ കാണുകയും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ അന്യോന്യം ഒന്ന് പരിചയപ്പെടുകയും എന്നതായിരുന്നു. പിന്നെ ഇത് പ്രിയയും അതുപോലെ ദീപന്റെ കസിനാണ്. പ്രിയ എന്റെ ഫ്രണ്ടാണ്. പ്രിയയുടെ ഫ്രണ്ട്സാണ് സുപ്രിയയും ദീപയുടെ ഫ്രണ്ട്സ്. മോളുടെ പേര് പ്രിയ. അവരുടെ കാര്യം അവർ പറയും. എന്തായാലും ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എത്ര പേരുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ തീരുമാനിച്ചത്? താങ്ക് യു. കമ്മീഷൻ ചോദിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പൊ എന്തായാലും തുടർന്നും നിരവധി യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത മാസം അർമേനിയുണ്ട്. അർമേനിയ വളരെ എക്സൈറ്റിംഗ് ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അരാരും പൗണ്ടരും പിന്നെ വളരെ കാല സോവിയറ്റ് നാടുകളിൽ ഈ കാണുന്ന 2 കരകളുടെയും ചിത്രങ്ങൾ നിരവധിയായി ഞാൻ കണ്ടിട്ടുണ്ട്. സോവിയറ്റ് നാട്, പിന്നെ അന്നാ കരീനയിലൂടെയും പിന്നെ മാക്സിം ഗോർക്കിയിലൂടെയും അമ്മയിലൂടെയും എല്ലാം സോവിയറ്റ് നാടുമായിട്ട് ഇന്ന് സോവിയറ്റ് നാടില് ഈ ചിത്രങ്ങളിൽ കണ്ട ഈ മോസ്കോ നദിയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുളകം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രോഡക്റ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് ഞാൻ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉള്ള ആളാണ്. ചെറിയ ആളാന്നല്ല, കലാഭാവം തുടങ്ങുന്നതിന് മുമ്പ് മിമിക്രി ആദ്യമായിട്ട് തമാശിച്ചിനോട് ജോക്ക് വലിയൊരു മിമിക്രി കലാകാരനാണ്. അത് വരും. നമ്മുടെ കലാഭവന്റെ തുടക്കത്തിന് മുമ്പ് ആ ടീമില് ഫസ്റ്റ് ടീമില് ഉണ്ടായിരുന്ന ആളാണ്. ഇതെന്റെ ഭാര്യയാണ്. ഭാര്യ പിന്നെ പരിചയപ്പെടുത്തിക്കൊള്ളും. മെഡിക്കൽ കോളേജിൽ നിന്ന് തപ്പിയെടുത്തതാണ് എന്ന് പറഞ്ഞു. ഞാൻ മലയാളി ആയതുകൊണ്ട് രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പെന്നയുടെ വിവാഹ വാർഷികമാണ്.
അദ്ദേഹം എവിടെയാണ് എന്റെ കൊല ചതി കേട്ടത് ഒരാളുടെ കൂടെ ഭാഷയുണ്ട് ഞാൻ തന്നെ ഒരാളുടെ രണ്ടുപേരും ഭാര്യയില്ലല്ലോ കവിരാജിന്റെയും അപ്പൊ രണ്ടുപേർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ വിവാഹ ആശംസകൾ. വൈകുന്നേരം ഒരു ആയിരിക്കും അല്ലാതെ കാര്യം എന്താ അറിയോ? കാരണം അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ എത്ര രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, സർക്കാർ പൈസ ആവശ്യം. എന്റെ ഒരു വെഡിങ് ആനിവേഴ്സറി അടുത്ത കാലത്തൊന്നും വീട്ടിലാവശ്യമില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് മോസ്കോയിലെ പ്രോസ്പെക്ട് മരിയയിൽ ബഹിരാകാശത്തെ കീഴടക്കിയുടെ സ്മാരകവും അതിനോടനുബന്ധിച്ചുള്ള ഒരു മ്യൂസിയവും കാണാൻ വേണ്ടിയായിരുന്നു. വാസ്തുശില്പികളായ മൈക്കിൾ ബാർഷവും ആൻഡ്രി കാൾസനും ശില്പിയായ ആന്ദ്ര ക്രോവാസ്കിയും ചേർന്നാണ് ഈ മികച്ച നഗരം ലാൻഡ്മാർക്ക് രൂപകൽപ്പന ചെയ്തത്. നമ്മളിപ്പോൾ കണ്ടതാണ് ഈ ലാൻഡ്മാർക്ക്, മോസ്കോയുടെ പ്രധാന ലാൻഡ്മാർക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1967 സെപ്റ്റംബർ 28 ബഹിരാകാശ പരിവേഷണത്തിലെ രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ സ്മരണയ്ക്കായി ബഹിരാകാശത്തെ കീഴടക്കിയുടെ സ്മാരകത്തിന്റെ ചുവട്ടിൽ സോവിയറ്റ് ഗവൺമെന്റ് ബഹിരാകാശ ഗവേഷണ മ്യൂസിയം സ്ഥാപിക്കാൻ തുടങ്ങി. 1981 ഏപ്രിൽ 10 ആദ്യത്തെ മനുഷ്യനുമായുള്ള ബഹിരാകാശ പറക്കലിന്റെ 20ാം വാർഷികത്തിൽ മ്യൂസിയം ഓഫ് കോസ്മോനോട്ടിക്സ് പൊതുജനങ്ങൾക്കായി തുറന്നു. ഏത് കാലത്തായിരിക്കണം? 1961 ആ കാലഘട്ടത്തിൽ കോൾഡ് വാറിൽ എന്ത് ചെയ്യുമെന്ന് പേടിച്ചിരിക്കണ ഒരു കാലഘട്ടത്തിൽ ഇവനെ മൊത്തം അമേരിക്ക ഇവന്റെ കയ്യിൽ ആയി. അതിന് പിന്നെ ഇവർക്കുള്ള ബാലിസ്റ്റിക് മിസൈലും ഉണ്ട്. അപ്പൊ അമേരിക്കയുടെ ഏത് നഗരത്തെ ടാർഗറ്റ് ചെയ്ത് അടിക്കാന്നുള്ളതിലുള്ള കംപ്ലീറ്റ് കാര്യം വന്നു. ഇപ്പം മറച്ചുപോയി ആര് എനിക്ക് വരച്ചു. അതിനാണ് ജോൺ എഫ് കെന്നഡി മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളിൽ നിന്ന് സോവിയറ്റ് ബഹിരാകാശ ശാസ്ത്രം എങ്ങനെ വികസിച്ചു എന്ന് ഈ മ്യൂസിയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രകൾ, ആദ്യ ബഹിരാകാശ നടത്തം, ചന്ദ്ര പരിവേഷണ പരിപാടികൾ, സൗരയൂഥ പരിവേഷണ പരിപാടികൾ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ പരിപാടികൾ എന്നിവയൊക്കെ എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഇംപ്രൂവ് ആയി എന്ന് നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സങ്കീർണമായ ഇന്റീരിയർ ഡിസൈനും അസാധാരണമായ പ്രദർശനവും മൊത്തത്തിൽ മ്യൂസിയത്തിന്റെ സവിശേഷമായ ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. എന്നിരുന്നാലും പുതിയ നിയമങ്ങൾക്കനുസരിച്ച്, മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മ്യൂസിയം ആദ്യമായി തുറന്ന് 25 വർഷങ്ങൾക്ക് ശേഷം ഒരു നവീകരണത്തിനായി കുറച്ചു നാളത്തേക്ക് അടച്ചിടുകയുണ്ടായി. ഇപ്പോൾ മ്യൂസിയം വീണ്ടും തുറന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ പുതുതായി സ്വീകരിച്ച എല്ലാ വിവരങ്ങളും ഈ മ്യൂസിയത്തിൽ നമുക്കിപ്പോൾ കാണുവാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ മ്യൂസിയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇവരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ മ്യൂസിയത്തിന്റെ തന്നെ അധീനതയിലുള്ള ഒരു ഗൈഡ് നമ്മളെ അനുഭവിക്കുകയും എല്ലാ മുക്കും മൂലയും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇത് ഇതിന്റെ ഒരു സവിശേഷതയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബഹിരാകാശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഗൈഡിനെ നിന്നും നമുക്ക് സാധിക്കുന്നുണ്ട്. ബഹിരാകാശ പരിവേഷണവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കളുടെ അവിശ്വസനീയമായ ഒരു ശേഖരം തന്നെ ഈ മ്യൂസിയത്തിലുണ്ട്. ഇംഗ്ലീഷിൽ ന്യായമായ രീതിയിലുള്ള ചെറിയ ചെറിയ വിവരണങ്ങളും എല്ലാ ശേഖരത്തിനും ഒപ്പം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ടൂർ ഗൈഡും നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഈ മ്യൂസിയത്തിൽ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു നായയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത സ്പേസ് സൂട്ടാണ്. അത് വളരെ പ്രധാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സോവിയറ്റ് യൂണിയൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ അവർ 3 പരിഹാര മാർഗങ്ങൾ അവർ കണ്ടെത്തിയിരിക്കും, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ മറ്റൊരാൾ പ്രശ്ന പരിഹാരത്തിനായി നിർമ്മാതാവിനോടൊപ്പം, അതായത് ഭൂമിയിൽ താമസിക്കും. ആ ബഹിരാകാശത്ത് പോയ ആളിനെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും മറ്റുമായിട്ട്. മറ്റൊരാൾ പരിശീലനത്തിനായിട്ട് ബഹിരാകാശ ഏജൻസിയിലേക്കും പോകും. റഷ്യയുടെ കൈവശമുള്ള ഭൂരിഭാഗം ബഹിരാകാശ സൂട്ടുകളും റോക്കറ്റുകളും മറ്റും ബഹിരാകാശത്ത് ഉപയോഗിക്കുന്ന രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. എങ്കിലും എല്ലാം ബഹിരാകാശത്ത് പോയിട്ടില്ല. പ്രദർശിപ്പിച്ചിരിക്കുന്ന അപ്പോളോ 11 നിന്നുള്ള മൈക്കിൾ കോളിന്റെ ബഹിരാകാശ വസ്ത്രം US മ്യൂസിയത്തിന് നൽകിയിട്ടുണ്ട്. സ്മിത്ത് സോണിൽ നിന്നുള്ള എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് പൂർണ്ണമായും ബഹിരാകാശവുമായി ബന്ധപ്പെട്ടതാണ് ഈ മ്യൂസിയം എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. മാത്രവുമല്ല, ബഹിരാകാശ യാത്രയുമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇതിനകത്ത് ഈ മ്യൂസിയത്തിൽ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാൽ ഈ മേഖലയിൽ ഇത് ഏറ്റവും മികച്ച ഒരു മ്യൂസിയമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റഷ്യയുടെ തുടക്കം മുതൽ, അതായത് ബഹിരാകാശ യാത്രയുടെ തുടക്കം മുതൽ
യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയ വസ്തുക്കളും അവർ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും അതുപോലെ തന്നെ അതിന് യാത്രയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വസ്തുക്കളും അത് മിഷനറികളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ബഹിരാകാശത്തിൽ നിന്ന് തിരിച്ചു കിട്ടിയ ഒരു പാർട്സ് മാത്രമാണ്. അത് ലാൻഡിംഗ് സമയത്ത് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ഒരിക്കൽ മാത്രം യാത്ര ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി ലാൻഡിംഗ് സമയത്തായിരുന്നു ആ അപകടം സംഭവിച്ചതും ഈ വസ്തു അവശേഷിച്ചതും. ബഹിരാകാശ യാത്രയിൽ യാത്രികർ ഉപയോഗിക്കുന്ന അവരുടെ ഭക്ഷണ വസ്തുക്കളും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഡ്രൈ ഫുഡ്സ് ആണ്. അത് എല്ലാത്തിൻ്റെ പേരുൾപ്പെടെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫുഡ്സിൻ്റെ എല്ലാം നമുക്ക് കാണുകയും ചെയ്യാം. ഗ്രൂപ്പിന്റെ മാനേജറായിട്ട് വന്ന മിസ്റ്റർ ബെന്നി തന്ന ചില വിവരണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. പറയുന്ന ക്യാപ്സൂൾ എന്ന് വെച്ചാൽ മനുഷ്യൻ ക്യാരി ചെയ്യണ ഉപഗ്രഹം ഉണ്ടല്ലോ, അതിനാണ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. അതിലായിരിക്കും അവൻ ഇരിക്കുക. അതിന് ഇപ്പോൾ പാരച്യൂട്ട് കൊണ്ടുപോലെ പല വിധത്തിലാണ് ചെയ്തത്. ഈ പാരച്യൂട്ടിന്റെ ട്രഡീഷൻ ഉണ്ടല്ലോ, പണ്ടത്തെ കാലത്ത് എല്ലാ സ്പേസ് സ്റ്റേഷനും പോയി തിരിച്ചു വരുന്നത് പാരച്യൂട്ടിലായിരുന്നു. ഈ പാരച്യൂട്ട് എന്ന സാധനത്തിൽ ചുരുക്കം ആൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് അമേരിക്ക കണ്ടെത്തിയതാണ് സ്പേസ് ഷട്ടിൽസ്. അതിൽ ആദ്യത്തെ സ്പേസ് ഷട്ടിലാണ് നമ്മൾ ഈ കൊളംബിയ അങ്ങനെ പല പല സീരീസിൽ കണ്ടത്. അത് വന്നതോടുകൂടി ആ സ്പേസ് ഷട്ടിലിന് ഇത് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ വീണ്ടും ആ സ്പേസ് ഷട്ടിൽ എക്സ്പെൻസീവ് ആയിട്ട് മാറ്റി ഇപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ മോഡലിലേക്ക് വരണം. അതാണ് ഈ ഓറിയോൺ എന്ന് കിടന്നത്. ഓറിയോൺ എന്ന് വെച്ചാൽ 3rd ജനറേഷൻ ഇതാണ്, എന്താ പറയുക, സ്പേസ് ഷട്ടിലാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് കയറ്റിവിടാം. അവൻ പമ്പ് ചെയ്ത് അവൻ തന്നെ തിരിച്ചു വെച്ചാൽ അതിന് തിരിച്ച് റോക്കറ്റ് ഒന്നും വേണം. അതിന് ഓറിയോൺ ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ. ബഹിരാകാശ യാത്രക്കാർ തങ്ങളുടെ യാത്രയിൽ ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇത്. കാണുന്നത് മുഴുവൻ ഡ്രൈ ഫുഡ്സാണ്. അതുപോലെ തന്നെ ടിൻ ഫുഡ്സും ഉണ്ട്. ഞങ്ങളുടെ ഗൈഡും അതുപോലെ അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ തരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിവരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ശേഖരിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ യാത്ര അവസാനിക്കാറായി. ഈ മ്യൂസിയത്തിലുള്ള ഞങ്ങളുടെ യാത്ര അവസാനിക്കാറായി. ഇനി അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.